നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. യുക്രൈന് ഏറെ ആശ്വാസം. യുക്രൈനുമായി 30 ദിവസത്തെ വെടിനിർത്തലിന് US മുന്നോട്ട് വെച്ച നിർദ്ദേശം തത്വത്തിൽ അംഗീകരിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ദീർഘകാല സമാധാനത്തിന് വഴി തുറക്കുന്നതാകണം അതെന്നും അദ്ദേഹം പറഞ്ഞു. 30 ദിന വെടിനിർത്തൽ സൈന്യത്തെ കരുത്തുറ്റതാക്കാൻ യുക്രൈൻ ഉപയോഗപ്പെടുത്തുമോ എന്ന ആശങ്ക അദ്ദേഹം പങ്കിട്ടു. യുദ്ധത്തിന് പരിഹാരമുണ്ടാക്കാൻ കാര്യമായി ശ്രദ്ധിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുടിൻ നന്ദി പറഞ്ഞു. സമാധാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയ ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയുടെ നേതാക്കൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദിയിൽ നടത്തിയ ചർച്ചയിൽ US മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. US ശുപാർശകൾ അംഗീകരിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ യുക്രൈൻ സമാധാനത്തിന് സാധ്യത തെളിഞ്ഞു. വെടിനിർത്തൽ പദ്ധതിയിലെ ചില നിർദ്ദേശങ്ങളിൽ വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യം USുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും പുടിൻ വ്യക്തമാക്കി. തുടർ ചർച്ചയ്ക്ക് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തിയിരുന്നു. പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ട്രംപിന് പുടിൻ നന്ദി പറഞ്ഞു. സമാധാന നീക്കങ്ങൾ മുന്നേറവേ അതിർത്തി പ്രവിശ്യയായ കർസ്കിലെ ഏറ്റവും വലിയ പട്ടണമായ സൂത്ചയിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ തുരത്തിയതായി റഷ്യൻ സൈന്യം അവകാശപ്പെട്ടു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കർസ്കിൽ സൈനികരെ സന്ദർശിച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു ഈ നീക്കം. റഷ്യൻ സൈന്യത്തിന്റെ തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ സൂച്ച പട്ടണം പൂർണ്ണമായി തകർന്നെന്നാണ് യുക്രൈൻ പ്രതികരിച്ചത്. സൈന്യം പിന്മാറിയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ കർസ്ക് ഉൾപ്പെടുന്ന നോർത്തേൺ കമാൻഡിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് മേജർ ജനറൽ ദിമിത്രോ ക്രസൽനിക്കോവിനെ യുക്രൈൻ പുറത്താക്കി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കർസ്കിലെ പ്രധാന പട്ടണങ്ങൾ ഉൾപ്പെടുന്ന 1300 ചതുരശ്ര കിലോമീറ്റർ യുക്രൈൻ സൈന്യം പിടിച്ചത്. ഇനി 200 ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശമാണ് യുക്രൈൻ സൈന്യത്തിന്റെ അധീനതയിൽ ശേഷിക്കുന്നതെന്ന് റഷ്യൻ സൈന്യം പറയുന്നു. ജിദ്ദ ചർച്ചയിലെ വെടിനിർത്തൽ ശുപാർശ അംഗീകരിച്ചതിനു പിന്നാലെ യുക്രൈനുള്ള USന്റെ സൈനിക സഹായം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തുടങ്ങിയിരുന്നു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. സമ്പൂർണ്ണ ഉപരോധത്തിലായ ഗാസയിൽ പട്ടിണി ദുരിതം. ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രായേൽ തടഞ്ഞിട്ട് 12 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 60 ദിവസത്തെ വെടിനിർത്തലിനും ജീവനോടെ ശേഷിക്കുന്ന 10 ബന്ദികളുടെ മോചനത്തിനുമുള്ള US പദ്ധതിയാണ് ദോഹയിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത്. അതേസമയം ഗാസ യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് UN മനുഷ്യാവകാശ കൗൺസിൽ അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തി. ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചു. ഗാസയിലെ വ്യാപകമായ നാശം പരിശോധിച്ച UN സംഘം ജനവാസ മേഖലകളിലും ആശുപത്രികളിലും ഇസ്രായേൽ മാരകശേഷിയുള്ള ബോംബാക്രമണങ്ങൾ നടത്തിയതായി കണ്ടെത്തി. കുട്ടികളും സ്ത്രീകളും വിവരണാതീതമായ ക്രൂരതകൾ നേരിട്ടതായും UN റിപ്പോർട്ട് പറയുന്നു. തടവുകാർ ബലാത്സംഗത്തിനും ഇരകളായി. UNHRC മുൻ മേധാവിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരായ തെളിവായി റിപ്പോർട്ട് ഉപയോഗിച്ചേക്കും. ഗാസയിൽ നിന്ന് ആരും പലസ്തീൻകാരെ പുറത്താക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഹമാസ് സ്വാഗതം ചെയ്തു. അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിലാണ് ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്ന മുൻ നിലപാട് തിരുത്തുന്ന പരാമർശം ട്രംപ് നടത്തിയത്. അതിനിടെ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ദമ്മറിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. പലസ്തീൻകാരുടെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. അതേസമയം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഷാംപെയിനും വൈനിനും 200% തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനുകൾക്കാണ് ട്രംപ് താക്കീത് നൽകിയിരിക്കുന്നത്. US വിസ്കികൾക്ക് യൂറോപ്യൻ യൂണിയൻ 50% തീരുവ ഈടാക്കുമെന്ന അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഈ രാജ്യങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും ശത്രുതാപരമായ നികുതി സംവിധാനമാണ് യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. അമേരിക്കയെ മുതലെടുക്കുകയെന്ന ദുരുദ്ദേശത്തോടെയാണ് യൂറോപ്യൻ യൂണിയൻ വിസ്കിക്ക് 50% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ തീരുവ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും യൂറോപ്യൻ യൂണിയനുകളിൽ നിന്നും എത്തുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്ക് 200% നികുതി ഏർപ്പെടുത്തും. USലെ വൈൻ, ഷാമ്പെയിൻ ബിസിനസ്സിന് ഇത് ഗുണകരമായിരിക്കുമെന്നും ട്രംപ് ട്രൂത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കഴിവുകെട്ട നേതൃത്വത്തിന്റെ ഭരണത്തിൽ അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങൾ അപഹരിച്ചെടുത്ത സ്വത്ത് ഞങ്ങൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഈ നീക്കത്തിന്റെ ആദ്യ ഇരകളായാണ് യൂറോപ്പിനെയും കാനഡയെയും അദ്ദേഹം വിശേഷിപ്പിച്ചത്.
കൈവിട്ടുപോയ പല കമ്പനികളും തങ്ങൾ ഇത്തരത്തിൽ തിരിച്ചുപിടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ ഈടാക്കുന്ന അതേ തീരുവ തിരിച്ചും ഈടാക്കുമെന്നാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ള നയം. ഏപ്രിൽ 2 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന അലുമിനിയം, സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഉയർത്തുകയും ചെയ്തു. US-ലേക്കുള്ള വൈദ്യുതി കയറ്റുമതിക്ക് ഒൻറ്റാറിയോ പ്രവിശ്യ 25% തീരുവ ചുമത്തിയതിനുള്ള തിരിച്ചടിയായാണ് തീരുവ വർദ്ധിപ്പിച്ചത്. ഇതിനു പുറമെ US പാലുൽപ്പന്നങ്ങൾക്ക് കാനഡ ചുമത്തുന്ന 250 മുതൽ 390% വരെയുള്ള തീരുവ അങ്ങേയറ്റം കർഷക വിരുദ്ധമാണെന്നും ഇത് എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. നാളുകളായി ഈടാക്കുന്ന അമിത നികുതികൾ കാനഡ ഒഴിവാക്കിയില്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന കാറുകളുടെ നികുതി ഏപ്രിൽ 2 മുതൽ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് കാനഡയ്ക്ക് താക്കീതും നൽകിയിട്ടുണ്ട്. അതേസമയം സിറിയയിൽ ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗക്കാരനായ ഇടക്കാല പ്രസിഡന്റ് അൽ-ഷമ 2 ആഴ്ച മുൻപാണ് ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ സമിതിയെ നിയമിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.